പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധന ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കേണ്ട സമയമാണ്. കാര്യം ദൈവം കാത്തുകൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്കൽറ്റി ഹൃദയവും ചിന്തയുമാണ്. അവിടെ നിന്നാണ് എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്നത്, മനുഷ്യന് എല്ലാ തകർച്ചയും സംഭവിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യവും കൃതജ്ഞ പ്രകാശിപ്പിക്കണം. അപ്പോഴേ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തയെയും കർത്താവായ യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. സംരക്ഷിക്കേണ്ട, പ്രൊട്ടക്റ്റ് ചെയ്തു പ്രാർത്ഥിക്കുക. കർത്താവേ, ഫിലിപ്പിയർ 4:6 പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയവും ചിന്തയും വിശുദ്ധ രക്തത്താൽ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ. ഞങ്ങളുടെ ചിന്തയും ഹൃദയവും ഈ ധ്യാനം ഉൾക്കൊള്ളുന്നതിന് അത് പ്രകാരം സാക്ഷിയായി ജീവിക്കുന്നതിന് ഞങ്ങളെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. നേരവും ആരാധന ഫിലിപ്പിയർ 4:6 തിരുവചനങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും, അതായത് 6 തുടങ്ങുന്നതാണ്, ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്വസ്ഥങ്ങളുടെയും നിങ്ങളുടെ യാചനകൾ ദൈവത്തിരുസന്നിധിയെ സമർപ്പിക്കുവാൻ. അതിനാണ് നമ്മളെ ആരാധന നടത്തുന്നത്. എന്തൊക്കെയാണ്? ഉത്കണ്ഠപ്പെടാതിരിക്കാൻ. ഇപ്പോൾ നമുക്ക് സാധാരണ വരുന്നത് പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിന് വൈറസ് പോലെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്കണ്ഠ. ആൾക്കാർ പ്രാർത്ഥിക്കും, പക്ഷെ അതിൻ്റെ കൂടെ ഉത്കണ്ഠപ്പെടുകയും ചെയ്യും. എപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്കണ്ഠയുടെ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഈ വിശ്വാസം കൺവേർട്ടായിട്ട് തക്ക വിശ്വാസത്തിലേക്കും കൈമാറും. വിശ്വാസം പല വിശ്വാസമുണ്ടല്ല. നമുക്ക് വേണ്ടത് തക്ക വിശ്വാസമാണ്. തക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ മതിയായ വിശ്വാസം. ബൈബിൾ അങ്ങനെ കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചേർന്ന ഇണ, തക്ക വിശ്വാസം. ദാറ്റ് മീൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ തനത് വിശ്വാസമാണ്. നമുക്കിപ്പോൾ വിശ്വാസമുണ്ട്, ഇല്ലേ? ഉണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഉത്കണ്ഠയും വരുന്നുണ്ട്. നമ്മൾ അല്ലേ ഓരോ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാലും നമ്മുടെ ഇടയ്ക്ക് ജയിക്കുക, രക്ഷക്കരകയറി പോരുക. പ്രാർത്ഥന ഒരേ സമയം അതിൻ്റെ ഉള്ളിൽ തന്നെ ഡയലൂട്ടായി പോകും. എന്താണ്? ഉത്കണ്ഠകൾ കയറിയിട്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:6 പറയണത്. എന്താ പറയണത്? ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളുടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ വെറുതെ അർപ്പിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ഈ ഉത്കണ്ഠ മാറ്റിയിട്ട് അർപ്പിക്കണം. ഈ ഉത്കണ്ഠ മാറ്റിയിട്ട് അർപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനാണ് തക്ക വിശ്വാസം എന്ന് പറയുന്നത്. 14:9 പൗലോസ് പ്രസംഗിക്കുന്ന അവർ കേട്ടു. പൗലോസിന്റെ പ്രസംഗം കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. ഒരു ജന്മന മുടന്തൻ്റെ സ്റ്റോറിയാണ് ഇത്. ജന്മന ആ മനുഷ്യന് മുടന്താണ്. പക്ഷെ ഓർക്കണം, ജന്മന അന്ധനുണ്ട്, ജന്മന മുടന്തനുണ്ട്, ജന്മന പാവപ്പെട്ടവനുണ്ട്, ജന്മന രോഗിയുണ്ട്, എവർ സോബിന് ഈ ജന്മന ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ചത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷൻ ഇങ്ങനെ തുടരുകയാണ്. അതാണ് ജന്മന എന്ന് പറയുന്നത്. അതാണ് 14:9 എന്താ പറയണത്? നമുക്ക് ജന്മന എന്ത് വിഷയമുണ്ടെങ്കിലും ചിലപ്പോൾ ജന്മന ബുദ്ധി കുറവുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എനിക്കൊക്കെ ശരിക്കും ബുദ്ധി ഐക്യ കുറഞ്ഞ ഒരാളാണ്. കാരണം എൻ്റെ മാർക്ക് നോക്കുമ്പോൾ ഞാൻ രക്ഷപ്പെട്ടത് കഠിനാധ്വാനം ചെയ്ത ഈ ഡോക്ടറേറ്റ് വാങ്ങിച്ചതും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നതും എൻസൈക്ലോപ്പീഡിയ എഴുതിയതും ഡയറക്ടറി എഴുതിയതും ഡിക്ഷണറി എഴുതിയതും കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നതൊക്കെ എൻ്റെ ബുദ്ധി കൊണ്ടല്ല. പിന്നെ എന്താണ്? കർത്താവ് തന്ന മിനിമം കൊണ്ട് ഞാൻ ശരിക്കും രാത്രി 1 മണി 3 മണി വരെയൊക്കെ വർഷങ്ങൾ 4 നൂറ്റാണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കഠിനാധ്വാനം ദൈവം ഒരു അനുഗ്രഹമാണ്. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് അനുഗ്രഹമാണ്. ആദ്യം കൊടുത്ത അനുഗ്രഹത്തിൽ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ്, നെറ്റിയിലെ വേർപ്പ് കൊണ്ട്. അത് ചില ആൾക്കാർ ശാപമായിട്ടാണ് അത് കൺവേർട്ട് ചെയ്തിരിക്കണോ. കഠിനാധ്വാനം എന്ന് പറഞ്ഞത് നമുക്ക് ഈശോ പറഞ്ഞില്ലേ, ഒരുത്തന് ഞാൻ 1 താലന്ത് കൊടുത്ത്, ഒരുത്തന് 2 കൊടുത്തു, ഒരുത്തന് 5 കൊടുത്തു. 5 കൊടുത്തതിനോട് ചോദിച്ചു, നീ എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞ്, ഞാനത് 5 കൂടി നേടിയിട്ടുണ്ട്, കൊള്ളാം, ഉത്തമനും വിശ്വസ്തനുമായ ദാസ, നിനക്ക് 5 നഗരങ്ങളുടെ മേൽ ഞാൻ നിന്നെ അധികാരിയാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവൻ കഠിനാധ്വാനം ചെയ്ത്. ആ 1 താലന്ത് കൊടുത്ത കക്ഷി ഒന്നും ചെയ്തില്ല. അയാൾ എന്നാ ചെയ്തു? അയാൾ അതുകൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ കഠിനാധ്വാനം എന്ന് പറയണത് അത് ഒരു ബ്ലെസ്സിങ്സാണ്. ദൈവം തന്ന അനുഗ്രഹത്തെ ഇരട്ടിപ്പിക്കാനുള്ള. പ്രാർത്ഥിച്ച്, കർത്താവേ, നീ തന്ന താലന്തുകളെ, ബുദ്ധിയെ, ഓർമ്മശക്തിയെ കഠിനാധ്വാനം കൊണ്ട് ഇരട്ടിപ്പിക്കുവാൻ എന്റെ ഹൃദയത്തെയും ഫിലിപ്പിയർ 4:7 പറയുന്ന ഹൃദയത്തെയും ചിന്തയെയും കഠിനാധ്വാനത്തിനായി ഇച്ഛാശക്തി നൽകാൻ എന്റെ ശരീരത്തെ പ്രാപ്തമാക്കാൻ ഉണർവുണ്ടാകാൻ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണം. കൈയടിച്ചുകൊണ്ട് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ. ഹല്ലേലൂയ ഒരുമിച്ച് ആത്മാവാം ദൈവമേ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, സ്വരത്തിലെ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആർവത്തോടെ
ജോലി ഇല്ലാത്തവര്, വീട് ഇല്ലാത്തവര്, വാടകയ്ക്ക് താമസിക്കുന്നവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, ഓരോ പരീക്ഷ എഴുതിയിട്ട് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, കർത്താവേ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, മാനവ രോഗികള്, ദീനവേദികള്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, യേശുവിന്റെ നാമത്തില് കേസിൽപ്പെട്ടിരിക്കുന്നവര്, കർത്താവേ വിവാഹത്തിന്റെ കർത്താവേ പലതരത്തിലുള്ള വിവാഹ മോചന അവസ്ഥകളില് അകപ്പെട്ടിരിക്കുന്നവര്, മക്കളില്ലാത്തവര്, കർത്താവ് രോഗികള്, നടുവേദന ഉള്ളവര്, ഈശോ മക്കളെ കൊണ്ട് വേദനിക്കുന്നവര്, പലതര സ്ഥലങ്ങളിലെ ജോലി രംഗങ്ങളിലെല്ലാം വേദന അനുഭവിക്കുന്നവര്, യേശുവിന്റെ നാമത്തില് മാരക തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാരക തടസ്സങ്ങള് മാറിപ്പോകട്ടെ. കൈയടിച്ചു കൊടുക്കുന്നത് അസ്ഥിക്കുഴകൾക്ക് ചിഹ്നൽ അസ്ഥി മടക്കുമ്പോൾ, മുട്ടിന് മടക്കുമ്പോൾ, കൈ മടക്കുമ്പോൾ എവിടെയെല്ലാം ജോയിൻസ് ഉണ്ടോ അവിടെയെല്ലാം വേദനയുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. എവിടെയെല്ലാം ജോയിൻസ് ഉണ്ടോ അവിടെയെല്ലാം വേദനയുള്ളവർ മാത്രം ആ ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോ ആവശ്യപ്പെടുന്നു. നമ്മുടെ സമൂഹം അവർക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോഴും വേദന അനുഭവിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, തീർത്ഥാടന സഭയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, അനേകായിരം മക്കൾ കർത്താവേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെയും ഞങ്ങൾ ഓർക്കുന്നു, അവരെ ഈ ആരാധനയോട് ചേർക്കുന്നു. കർത്താവേ, അവിടെയെല്ലാം കർത്താവ് അസ്ഥിക്കുഴകൾ വേദന ഉള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, കർത്താവ് നടക്കാൻ പാടില്ലാത്തവരെ, കിടപ്പ് രോഗികളെ, സ്വാധീനമില്ലാത്തവരെ, വാത രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് അമ്മ മാതാവിന്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. അമ്മ മാതാവിന്റെ മധ്യസ്ഥത കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. സോ അവർ സബ്ജക്റ്റ് ഈസ് തക്ക സമയം, തക്ക വിശ്വാസം. അതാണ്, അങ്ങനെയാണ് അവസാനം വന്നത് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് തക്ക വിശ്വാസം. നമുക്ക് കുറേ അധികം വിഷമങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങളുണ്ടാവും. പക്ഷേ ഇതിന് കറസ്പോണ്ടിങ് ഫെയ്ത്ത്, അതിൻ്റെ തക്ക വിശ്വാസം ആണ് ഇതിനെ നീതീകരിക്കുന്നത്. എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ എപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ട സ്ഥലമാണ്. എപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു രംഗമാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പണ്ടത്തെ വിശ്വാസമൊക്കെ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നല്ലാതെ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാറില്ല.
കാര്യം ഇതിന് അപ്ഡേഷൻ വരണം എപ്പോഴും. നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്രൊണോളജിക്കൽ ഇയറുമായിട്ട് ഫെയ്ത്ത് ഇയർ ടാലിയായി പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 വയസ്സുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഓഫ് 30 years. നമുക്ക് 30 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാണ്. നിർഭാഗ്യവശാൽ നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്നത് 14 വയസ്സിൻ്റെയൊക്കെ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. കാര്യം ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. തക്ക വിശ്വാസം ഉടൻ തന്നെ കണ്ടില്ലേ, 14:9 അച്ഛൻ വായിച്ചില്ലേ? അതായത് നടപടി പുസ്തകമാണ്. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ, പണ്ട് ഇഷ്ടപ്പെട്ടതല്ല. ഇപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു ജന്മനായ ഉള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന്. ജന്മനായ ഉള്ളത് ദൈവം ഇടപെടുന്ന ഒരു രംഗമാണത്. ജന്മനാ നിനക്ക് ബുദ്ധി കുറവായിരിക്കാൻ ചിലപ്പോൾ. നമുക്കറിയാമല്ലോ, ഈ വലിയ റാങ്കൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ, ദേ ആർ നോട്ട് ആക്ച്വലി ഇൻ്റലിജൻറ്റ്. അത്ര ഇൻ്റലിജൻ്റ് അല്ല അവർ, ബട്ട് ദേ ഹാവ് എ കപ്പാസിറ്റി ടു റിമെമ്പർ ഇറ്റ്. അവർക്ക് എന്നാ ഉണ്ട്? അവർക്ക് മെമ്മറി ഉണ്ട്. മെമ്മറിയാണ് പ്രോബ്ലം. അത് നമ്മൾ അധികം നമ്മൾ ഈ പ്രെയർ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു രംഗമാണ് നമ്മുടെ മെമ്മറി. അതുകൊണ്ടാണ് ഈ ഫിലിപ്പിയർ 4:6 പറയണത്, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുക, അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ഹൃദയത്തെയും. അപ്പോൾ അതായത് ബുദ്ധിയെയും തലച്ചോറിനെയും ഹൃദയത്തെയും. അപ്പോൾ തലച്ചോറിൽ വരുന്നത് ബുദ്ധി മാത്രമല്ല, മെമ്മറി കൂടിയുണ്ട്. നിങ്ങൾ തലച്ചോറിലൊന്ന് കൈവച്ച്, ഇങ്ങനെ തലയൊന്ന് കൈവച്ച് മെമ്മറിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയിലെ ഓർമ്മശക്തിയെ അങ്ങ് ഉദ്ദീപിക്കണമേ. ഓർമ്മശക്തിയെ അങ്ങ് ഉദ്ദീപിക്കണമേ. ബുദ്ധിയെ അങ്ങ് തെളിക്കണമേ. ഇനി ഹൃദയത്തെ കൈവച്ച്, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ തിരുമുറിവാർന്ന കരത്താൽ അങ്ങ് ഹൃദയത്തെ അങ്ങ് പൊതിയണമേ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം ശക്തി പ്രാപിക്കട്ടെ. ഹൃദയമുള്ളവരെ, ഉത്കണ്ഠയുള്ളവരെ, ഹൃദയത്തിന് ഭാരമുള്ളവരെ, ഹൃദയത്തിന് ഭാരങ്ങൾ താങ്ങാൻ പറ്റാത്തവരെ യേശുവിന്റെ നാമത്തിൽ ശക്തി ധരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി ധരിക്കട്ടെ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആരാധന, ഞങ്ങളുടെ ബുദ്ധി അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. സ്വർഗം തുറന്നിറങ്ങി വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? നമ്മൾക്ക് എന്നാ വിഷമങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക കടമാണോ, അല്ലെങ്കിൽ വീടില്ലേ, അല്ലെങ്കിൽ വീട്ടിലോട്ട് വഴിയില്ലേ, ഇതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ നേടാൻ പറ്റിയ തക്ക വിശ്വാസമുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? വീടില്ലേ വഴിയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൂവി നടക്കാതെ മര്യാദയ്ക്ക് തക്ക വിശ്വാസം അപ്ഡേറ്റ് ചെയ്യാൻ പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ മെയിൻ സംഭവം. അതാണ് നടപടി പുസ്തകത്തിൻ്റെ 14:9. എന്താണ്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം. വിശ്വാസമല്ല, വിശ്വാസത്തെ ദൈവം പലതായിട്ട് തിരിക്കുന്നുണ്ട്. അല്പവിശ്വാസി സംശയിച്ചത് എന്തിന് എന്ന് ഈശോ ചോദിക്കണില്ലേ? അല്പവിശ്വാസം കടലിന് മീതെ നടന്നു വരുന്നില്ലേ പത്രോസ്? അപ്പോൾ അത് മുങ്ങിപ്പോണില്ലേ? അപ്പോൾ എന്താ ഈശോ ചോദിക്കണത്? കടലിന് മീതെ നടക്കാനുള്ള തക്ക വിശ്വാസം ആ മനുഷ്യനില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈശോ എന്നാ ചോദിക്കണമെന്നറിയാമോ? നിങ്ങൾ ഒരു ഗോപുരം പണിയാൻ നേരത്തെ അതിൻ്റെ വാനം വെട്ടിക്കഴിഞ്ഞിട്ട് അത് പണി ആരംഭിച്ചിട്ട് ഇട്ട് കളയരുത് ഇടയ്ക്ക് വെച്ച്. എന്താണ് ഇത്? ഗോപുരം പണിയാൻ അല്ലെങ്കിൽ വീട് പണിയാനുള്ള തക്ക പണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങളതിൻ്റെ സം ടോട്ടൽ അതിൻ്റെ പ്ലാനും പിന്നെ എസ്റ്റിമേറ്റും എടുക്കണം. ഈശോ എന്നാ പറഞ്ഞത്? അത് ലുക്കാസ് സുവിശേഷം 14:27, 28-29 വരെ അതാണ് ആ വചനം പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളൊരു ഇപ്പം നിങ്ങൾ IELTS പാസ്സാകുന്നു, നിങ്ങൾക്ക് മൊഡ്യൂൾസിൽ എല്ലാം ഫ്ലോപ്പാണ്. ചിലർ വന്നിട്ടുണ്ട് പറയും അച്ഛാ 4 പോയി അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ 8 IELTS ഒക്കെ തോറ്റിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ? ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കും എത്ര കിട്ടി? അപ്പോൾ അച്ഛാ 4 പോയെന്ന് പറയും. അവന് കുഴപ്പമില്ല, 4 പോയതുമ്പോൾ രക്ഷപ്പെട്ടു. എന്താ 4 പോയ രക്ഷപ്പെടണം? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ ശക്തിയിൽ ആശ്രയിക്കേണ്ട പ്രശ്നം ഇല്ലല്ലോ അവിടെ. പിന്നെ ഉടമ്പടിയുടെ ടൈമല്ലേ? 4 മൊഡ്യൂൾസ് നിങ്ങൾക്ക് പോയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി പോയി.
മെറിറ്റ് പോയി. ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഫിലിപ്പ് 2:8 അനുസരിച്ച് ഇത് വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റ്. നമ്മുടെ മെറിറ്റിൻ്റെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ഫിലോളജി അല്ലെങ്കിൽ നമ്മുടെ ഫോറൻസിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിനക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, വെൻ യു ലോസ്റ്റ് കോൺഫിഡൻസ് യു ജസ്റ്റ് ആക്സെപ്റ്റ് യുവർ ഫെയ്ത്ത്. നിങ്ങൾക്ക് എപ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താ കാര്യം? നമ്മൾ പ്രൊക്ലെയിം ചെയ്യാണ്, സെൽഫായിട്ട് 2 കൈ ഉയർത്തി പറയുന്നത്, കർത്താവേ എനിക്ക് കപ്പാസിറ്റി ഇല്ല, എനിക്ക് കപ്പാസിറ്റി ഇല്ല. പക്ഷെ അത് തുറന്ന് പറയണം, അത് തുറന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമില്ലേ, അതായത് മൈക്കൽ ജോണിൻ്റെ സാക്ഷ്യം എന്താ? അയാളെന്താ പറയണം? അമ്മ മാതാവേ എനിക്ക് അമ്മയല്ലാതെ ആരുമില്ല. എന്താ കാര്യം? എനിക്ക് പമ്പിങ് ഇല്ല ഹാർട്ടിന് പമ്പിങ് ഇല്ലെങ്കിൽ പമ്പിങ് കൂട്ടാൻ പറ്റത്തില്ല. മെഡിക്കൽ സ്റ്റുഡൻസും ഡോക്ടേഴ്സും ചിലപ്പോൾ ഇതിനകത്ത് കാണും. നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ സംഭവിച്ചു കഴിഞ്ഞാൽ പമ്പിങ് മാത്രമല്ല, സിഗ്നൽ സിസ്റ്റം മൊത്തം അപ്സെറ്റാണ്. അതുകൊണ്ട് ഇനി വേറെ ഒരു സ്പെയർ ആയിട്ടുള്ള ഹാർട്ടിന് മാത്രമേ അവിടെ സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് എന്നാ ചെയ്യണം? 2 ഓപ്ഷനുണ്ട്. എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ സ്പേസ് മേക്കർ വെക്കണം, അല്ലെങ്കിൽ ഹാർട്ട് മാറ്റി വെക്കണം. ഹാർട്ട് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷങ്ങളാവും. സ്പേസ് മേക്കറിനാണെങ്കിൽ 8 ലക്ഷമേ ആകത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പൈസ സംഘടിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു. അയാൾ പൈസയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉടമ്പടി ചെയ്ത് വെച്ചും പോയി പൈസ സംഘടിപ്പിച്ചിട്ട് പക്ഷേ ഇയാൾ അതല്ല പ്രശ്നം. എനിക്ക് ഈ മൈക്കൽ ജോണിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഹീസ് ഫോളോയിങ് മേ, മറിയത്തിൻ്റെ കൂടെയാണ് ഇയാൾ. അങ്ങനെ പറയണ കാര്യങ്ങളൊക്കെ ഒരു പ്രെയർ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല. എല്ലാ ടൈമും അമ്മയോട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയ, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ്. പക്ഷേ ഇൻട്രാക്ഷനൊക്കെ പറഞ്ഞാലേ നമ്മളിങ്ങനെ ഒരുതരം എന്താണ് പെബിളായിട്ടുള്ള ഒരു റെഡിമെയ്ഡായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അല്ല, റോ ആയിട്ടുള്ളതാണ്. അയാൾ പറയണത്, അമ്മ ഈ വിഷയം ഏറ്റെടുത്തില്ല, പിന്നെ എനിക്ക് ആരുമില്ല, പിന്നെ എൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ അമ്മയല്ലാതെ ആരെ ആശ്രയിക്കാനാണ്. ദിസ് ഈസ് ദ റോ. എനിക്ക് അയാളുടെ പ്രെയർ ഭയങ്കര, കഴിഞ്ഞ പ്രാർത്ഥന ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓർത്തില്ല, പറയണമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഈ തക്ക വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴേ അങ്ങോട്ട് വന്നതാണ് ഞാൻ. തക്ക വിശ്വാസം ഒരു പ്രശ്നമാണ്. തക്ക വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രെയർ, തക്ക പ്രാർത്ഥന ഉണ്ടാകുന്നത്. നമ്മുടെ പ്രാർത്ഥന ഒരുതരം അഴകുഴമ്പനാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസവും അതാണ്ട് അതിൻ്റെ ഒരു നെറ്റിപ്പടിയുള്ള വിശ്വാസമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന കണ്ടല്ലേ, ഈ മനുഷ്യൻ പ്രെയർ ചെയ്തിട്ട് എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്യണത്? നാളെയാണ് സ്പേസ് മേക്കർ വെക്കേണ്ടത്. ഈ മാസം നടന്ന അത്ഭുതമാണത്, ഈ മാസത്തതാണത്. എന്നിട്ട് മെയ് 5-ാം തീയതി സ്പേസ് മേക്കർ മാറ്റി വെക്കണം. മെയ് 4-ാം തീയതി ഈ മനുഷ്യൻ രാത്രി ഡോക്ടറെ അടുത്ത് കാണാൻ പോവുകയാണ്. ഏത് ഡോക്ടറെ അടുത്ത്? പുള്ളിയുടെ ലോക്കൽ ഡോക്ടർ. ഇതിൻ്റെ അകത്ത് കുറച്ച് ടെസ്റ്റ്, കുറച്ച് റിസൾട്ട് അവിടെ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പൾസ്, അതുപോലെ തന്നെയുള്ള കുറച്ച് പ്രഷർ, ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ് എടുക്കണം. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യണം. അതിനൊക്കെ വേണ്ടി പോയി എടുക്കുമ്പോൾ നാളെയാണ് ഈ സ്പേസ് മേക്കർ വെക്കുന്നത്. പതുക്കുമ്പോഴുള്ള ചെറിയ നടപടിക്രമങ്ങളിലേക്ക് പോകണമെങ്കിൽ പുള്ളി സ്വിച്ച് ഓഫ് ചെയ്യും. അത് നല്ല സാക്ഷ്യമാണ്. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ഡോക്ടറിനെ കയറി കാണുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല, അയാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ക്ലിനിക്കിൽ നിന്ന് പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും, പോക്കറ്റിൽ കിടന്നു. ഉടനെ പുള്ളി നോക്കിയപ്പോൾ കൃപാസനത്തിൽ നിന്ന് വണക്കമാസത്തിൻ്റെ ലിങ്ക് വന്നിരിക്കുകയാണ്. ഉടനെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ആ വണക്കമാസം മുഴുവൻ കൂടിക്കഴിഞ്ഞ് ഡോക്ടറെ ടെസ്റ്റെല്ലാം എടുത്തിട്ട് നേരെ പിറ്റേ ദിവസം സ്പേസ് മേക്കർ വെക്കാൻ പോവുകയാണ്. അവിടെ ചെന്ന് രണ്ടാമത് സ്പേസ് മേക്കറിൻ്റെ ആക്ച്വൽ ടെസ്റ്റ് എടുത്തപ്പോൾ ഡോക്ടർ പറയും, പുള്ളി നോക്കിയിട്ട് പറയും, ഇതല്ല, ഇത് വേറെയാണ്, ഇത് ആൾ തെറ്റിപ്പോയി, വേറെ എടുത്തുകൊണ്ട് വരാൻ പറയും. വേറെ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നേഴ്സ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് പറയും, അത് തന്നെ കൊണ്ടുവരാൻ പറയും. നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇതല്ലെന്ന് അദ്ദേഹം പറയണത്, ഇത് ഇയാളുടേതല്ല, വേറെ ആരോടും ആണെന്നാണ് പറയണത്. പക്ഷേ അയാളുടെ തന്നെ. എന്താ കാര്യം എന്നറിയാമോ? 6 കൊല്ലമായിട്ട് പമ്പിങ് 40 കൗണ്ടാണ്. 6 കൊല്ലമായിട്ട് ഒറ്റ ഉടമ്പടിയിൽ കൗണ്ടിങ് 100 96 മാറി. ഇത്രയും വിഷയമാണ്. അതല്ല 60 മാറി. 60 55 കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് വർക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നോർമൽ എബോവായി എന്ന് വെച്ചാൽ ഇതെല്ലാം നടക്കുന്നത് സിംഗിൾ വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മിറക്കിലൂടെ നടക്കുന്നത്? ഉടമ്പടിയിൽ വെക്കണ മിറക്കിളിന് പറയാൻ നമ്മൾ സാധാരണ സിംഗിൾ എഡ്ജ് പ്രെയറിന് വെക്കണ കാര്യം. ഇപ്പോൾ നൊവേന സിംഗിൾ എഡ്ജ് പ്രെയറാണ്. സിംഗിൾ എഡ്ജ് പ്രെയറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് പ്രെയർ ആയാലും, ഇപ്പോൾ ജപമാലയായാലും സിംഗിൾ എഡ്ജിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വെക്കുന്നത് ഒരു കക്ഷി നമ്മളാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ മറ്റേ കക്ഷി ദൈവമാണെന്ന് നമ്മൾ
എന്ത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദൈവമായിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഉടമ്പടി അങ്ങനെയല്ല. ദൈവം ഇതിൻ്റെ ഒരു കക്ഷിയാണ്. അതാണ് ഡബിൾ എഡ്ജ് എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ എഫിക്കസി അതാണ്. ഉടമ്പടി എഫിക്കസി ആകാൻ കാര്യം, പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങളൊരു എഡ്ജാണ്, അതിന് സെക്കൻഡ് എഡ്ജ് എന്ന് പറയുന്നത് ദൈവമാണ്. ഇനി വിഷയം എന്താണ്? കഴിഞ്ഞ ആഴ്ചയിൽ എന്താ പറഞ്ഞത്? 2 തിമോത്തി 2:13 എന്താണ്? ഇതിൻ്റെ അകത്ത് ഒരു എഡ്ജ് കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് വിചാരിച്ചു. നമ്മൾക്കാണല്ല പ്രശ്നം വരുന്നത്. ഫ്ലക്ച്വേഷൻ വരും. ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയും മറന്ന് പള്ളിയും മറന്നൊക്കെ പിന്നെ മാർക്കിടന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2 സ്മോളൊക്കെ അടിച്ച് നമ്മുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ വരണത്. ഇതുണ്ടാവും. അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ അവിശ്വസ്തതയ്ക്ക് ബൈബിള് സാധ്യത ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് 2 തിമോത്തി 2:13 എന്താ പറയണത്? നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞോളൂ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് സ്നേഹത്തെ കരങ്ങളടിച്ചുകൊണ്ട് ആരാധന ആരാധന. ഹല്ലേലൂയ. അവൻ വല്ലവൻ അവന്റെയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലവൻ അവന്റെയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇറച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇറച്ചി പോലെ സ്തുതിച്ചിടുക അവന്റെ വീശി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയും ബലവും മഹത്വവും ജ്ഞാനം ശക്തിയും ബലവും ശക്തിയും ബലവും. അപ്പോൾ എന്നെ വിഷയം എന്ന് പറയണത്, ഇതിൻ്റെ ഒരു എഡ്ജ് നമ്മളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമോ വീട്ടിലെ കലപിലയോ പല പ്രശ്നങ്ങളായിരിക്കുമല്ലോ മനുഷ്യന് കയറി വരാൻ പോണത്. സാമ്പത്തിക വിഷയം ഉണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ മക്കളെ ആരെങ്കിലുമായിട്ട് ലൈനടിയാണ് നമ്മൾ കേൾക്കണത്. അപ്പോൾ കൂടി രണ്ടും കൂടി ആകുമ്പോൾ തകർന്നു പോകും മനുഷ്യർ. മനഃപൂർവ്വം അല്ലെങ്കിലും ചില സമയത്ത് പ്രാർത്ഥനയ്ക്കെതിരെ ഉഴപ്പൊക്കെ മാന്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലേ. 1 2 3 4 എന്ന് പറഞ്ഞ വിഷയങ്ങൾ കയറി വരുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ആകസ്മികമായിട്ടുള്ള വിഷയങ്ങൾ വരണത്. എൻ്റെ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് ആകസ്മികം വന്നാലും ശരി, നിൻ്റെ ദൈവം അറിയാതെ വരത്തില്ല. ഇറ്റ്സ് ക്ലിയർ. നിനക്കിന്ന സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളത് നീ അറിയണതിന് മുമ്പ് തന്നെ ഈ വിഷയം ദൈവം അറിഞ്ഞ് കാണത്തില്ലേ? ഇല്ലേ? നീ ഇപ്പോഴാണ് അറിഞ്ഞത്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ നീ പ്രെയർ ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാം കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഈശോയുടെ വചനം അനുസരിച്ചാണ് മുന്നോട്ട് പോണത് എങ്കിൽ എന്താ സംഭവിക്കണത്? അതായത് അങ്ങനെ വരുമ്പോൾ ആകസ്മികമൊന്നും ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. അതെന്താ സംഭവിച്ചാൽ, പെങ്ങള ഉടമ്പടി എടുത്താണ്. അപ്പോൾ ആങ്ങള ആങ്ങളെ വണ്ടി ഇടിച്ചപ്പോൾ ഉടനെ കൂട്ടുകാരത്തി വണ്ടി ഇടിച്ച് കിടക്കുന്ന ആളെ കണ്ടപ്പോൾ ആൾക്കാർ എടുത്ത് പോലീസ് വണ്ടി വന്ന് കൊണ്ടുപോകണ ഇത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെപ്പോലെ ഇരിക്കണമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൂട്ടുകാരത്തെ വിളിച്ച് പറഞ്ഞു, എടീ എന്തോ കുഴപ്പമുണ്ടോ, നിൻ്റെ ആങ്ങളെ വണ്ടി ഇടിച്ച് ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകണം. ഉടനെ എടുത്ത വായിക്ക് പറയുന്ന വാക്കാണ്, അവന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? അവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ വെള്ളം തണ്ണിയാണ് പാർട്ടി, കഴുത്ത കയറിയൊക്കെയാണ്. അങ്ങനെയാണ് പോയി വണ്ടിയെടുത്ത് ഇടിമേടിച്ചത്. പക്ഷേ എങ്കിലും കൈകാര്യം ഒടിയത്തില്ല, അവൻ തിരിച്ചു വരുമെന്നാണ് ഇവർ പറയണത്. എന്താ കാര്യം? ഞാൻ ഉടമ്പടിയിൽ അവൻ്റെ പേര് ചേർത്തിട്ടുണ്ട്, മാതാവ് അവനെ സംരക്ഷിക്കും. ദാറ്റ് ഈസ് ദ ഫെയ്ത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മളിപ്പോഴാണിത് അറിഞ്ഞത്, ദൈവം ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ജപ്തി നടപടി വരുന്നില്ലേ, മനസ്സിലായില്ലേ? ജപ്തി നടപടി വന്ന അയ്യോ എന്ന് വിട്ടു വരുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇപ്പോൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ദൈവം ഇത് കണ്ട് കാണത്തില്ലേ, പ്രതീക്ഷിച്ച് കാണത്തില്ലേ? അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കർത്താവ് ഈ വിഷയം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഇതിന് പരിഹാരമുണ്ട്. അതാണ് തക്ക വിശ്വാസം എന്ന് പറയുന്നത്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
വിശ്വാസം നൽകണമേ നാഥ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, നെഞ്ച് പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നെഞ്ച് പൊത്തിക്കൊണ്ട് എൻ ഹൃദയത്തിൽ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. തക്ക വിശ്വാസം എപ്പോഴും ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഉൽപ്പത്തി 15:6 പറയുന്നത്. ഉൽപ്പത്തി 15:6 എബ്രാഹാം അവൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടുവെന്ന്. ബൈബിള് ഉടമ്പടി ഒരു വ്യക്തിയുമായിട്ട് തുടങ്ങണമെങ്കിൽ ആദ്യം ആ വ്യക്തിക്ക് വേണ്ടത് വിശ്വാസമാണ്. എബ്രാഹവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തായിരുന്നു. എന്നിട്ട് ആ ഉടമ്പടി പ്രകാരം തന്നെയാണ് ദൈവം അവന് കുഞ്ഞിനെ കൊടുത്തതും അവന് ചൂണ്ടിക്കാണിക്കുന്ന ദേശം കൊടുത്തതും എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് എങ്ങനെയാണ് സംഭവിച്ചത്? ബൈബിൾ പറയും 15:6 ഉൽപ്പത്തി പുസ്തകം. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവൻ വിശ്വസിച്ചു, അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഈടുവെപ്പാണത്, അവൻ്റെ ഡിപ്പോസിറ്റാണ്. നമ്മുടെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ തക്ക വിശ്വാസമാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മുടെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടായാൽ, അപ്പോൾ അത് ഇന്ന ആൾക്ക് വേണമെന്ന് നിർബന്ധമില്ല, അതിന് ക്രിസ്ത്യാനി ആകണമെന്ന് വരെ നിർബന്ധമില്ല. ഇപ്പം ജ്ഞാനസ്ഥാനപ്പെട്ട് കൂദാശകളെല്ലാം സ്വീകരിച്ച് വരുന്നവർക്ക് കൂദാശകളുടെ ഗുണങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് കൃപകളും നിത്യത വരെയുള്ള ഓഹരി അവകാശമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഒരു ഭൗതിക ആനുകൂല്യം, ഒരു സന്ധിപ്പ്, ഒരു സമാധാനം, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യു നീഡ് നോട്ട് ബി എ ക്രിസ്ത്യൻ. ഈവൻ നീ ഒരു ക്രിസ്ത്യാനി പോലും ആകണം നിർബന്ധമില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി ഉണ്ടായി. അവരുടെ പേര് ബിന്ദു പത്മദാസ്. ബിന്ദു നല്ല സാക്ഷ്യമാണ്, ഇട്ടിട്ടുണ്ടത്. ഇന്നലെ ഇട്ടപ്പോൾ തന്നെ ചുമ്മാ വെട്ടിച്ചില് പോലെ കയറാൻ തുടങ്ങി. വൈകുന്നേരമാണ് ആ സാക്ഷി വിട്ടത്. ഞാൻ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോൾ 15,000 അപ്പോൾ എന്തൊരു എൻ്റെഡ് കയറ്റമാണ് കയറണത്. അങ്ങനെ കയറത്തില്ല. സാറിന് നമ്മൾ 5 മണിക്ക് ഇടുന്ന സാക്ഷ്യം, 6 മണിക്ക് ഇടുന്ന സാക്ഷ്യം ഞാൻ സാധാരണ 2 മണിക്ക് എഴുന്നേക്കും. എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യും, പിന്നെയും കിടക്കും. പിന്നെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ നടക്കാൻ പോകും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തെല്ലാം ഞാൻ ചെക്ക് ചെയ്യും. ആദ്യം വന്നിച്ച് മൊബൈലിൻ്റെ സ്റ്റാറ്റസ് നോക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഈ വെടിക്കുറ്റി പോലെ ഇങ്ങനെ കയറുകയാണ്. 15 ഇപ്പോൾ വല്ല 20 ആയിക്കാണ്, 20,000 പേര് കാണുകയാണ് ഈ സംഭവം. അതും വിത്തിൻ നോ ടൈമാണ് ഈ സംഭവം കയറുന്നത്. എന്ന് വെച്ചാൽ അവരുടെ പ്രസൻറ്റേഷൻ പക്ക പ്രസൻറ്റേഷനാണ്. വെച്ചാൽ ഈ ബിന്ദു കൊലതുകാരത്തിയാണ്. ബിന്ദു പത്മദാസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല. അതാണ് അസുഖം. ഒരസുഖം എന്ന് വെച്ചാൽ മുട്ടിനെ കുത്താൻ പറ്റത്തില്ല. അതിന് പുള്ളിക്കാരത്തി 5-6 കൊല്ലമായിട്ട് വ്യത്യസ്തങ്ങളായ ചികിത്സകൾ ചെയ്യുകയാണ്. അതിനുശേഷമാണ് പുള്ളിക്കാരത്തി വന്ന് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യണ 2 കാര്യങ്ങളുണ്ട് പുള്ളിക്ക്. ഈ മുട്ടുവേദന അല്ല പ്രശ്നം. പുള്ളിയുടെ കൊച്ചച്ഛൻ ക്യാൻസറായിട്ട് കിടപ്പാണ്. പുള്ളി എറണാകുളത്ത് ബിന്ദു പത്മദാസ് കൊല്ലത്തുകാര്. കൊച്ചച്ഛൻ എന്ന് പറയണത് അമ്മയുടെ അനിയത്തിൻ്റെ ഭർത്താവിനാണ് അവർ കൊച്ചച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൊച്ചച്ഛൻ വൈറ്റിലയിലാണ് താമസിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ക്യാൻസറാണ്. ക്യാൻസർ തന്നെയല്ല 3 മാസമേ സർവൈവ് ചെയ്യത്തുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ബന്ധുക്കളൊക്കെ വന്ന് കണ്ടുകൊണ്ട് പോവുകയാണ്. പുള്ളിയെ. അപ്പോൾ ഇവൾക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഇവൾ വിചാരിക്കണത് ഇവളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൾ വിചാരിക്കണത് ഉടമ്പടി എടുത്തിട്ട് കൊച്ചച്ഛൻ്റെ അടുത്ത് പോകാം. അവരുടെ വിശ്വാസം നിങ്ങൾ നോക്കണേ. എന്താണ്? ഞാൻ കൊച്ചച്ഛനെ വെറുതെ പോയി കാണുമ്പോൾ മാനുഷികമായ കാഴ്ചയാണ്. ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് അതിൻ്റെ അകത്ത് അഷ്വറൻസ് ഉള്ളതാണല്ലോ, അമ്മേൻ്റെ കൂടെ പോകാം. ഇതാരാ പറയണത്? കത്തോലിക്കനല്ല പറയണത്. ഇതാരാ പറയണത്? അക്രൈസ്തവ സഹോദരിയാണ് പറയണത്. അമ്മേൻ്റെ കൂടെ പോകാം, ഉടമ്പടി എടുത്തിട്ട് പോകാം. അതാണ് തക്ക വിശ്വാസം. നമ്മുടെ പോയിൻ്റ് എന്താണ്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്?
തക്ക വിശ്വാസം 14:9 സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ട് പൗലോസ് പറഞ്ഞു, എഴുന്നേറ്റ് മധ്യത്തിൽ നിൽക്കുക. അവൻ നിന്നു, അവൻ സൗഖ്യം പ്രാപിച്ചു. വിശ്വാസം ഉണ്ടെങ്കിൽ മതി, അതാണ് തക്ക വിശ്വാസം. അപ്പോൾ ഈ ബിന്ദു പത്മദാസിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവളെ കൊച്ചച്ഛനെ കാണാൻ എല്ലാവരും പോയി. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ പോണില്ലേ? എല്ലാവരും കണ്ട് തീരാനായി. കൊച്ചച്ഛൻ നിന്നെ തിരക്കത്തില്ല. കാര്യം കൊച്ചച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണെങ്കിലും ഇവളെ മകളെപ്പോലെയും അനിയത്തിനെ പോലെയും കൊണ്ടുനടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവളെ പ്രതീക്ഷിക്കും. ഇനി ആ മനുഷ്യനും എണ്ണിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ മനസ്സിൽ പറഞ്ഞത് അമ്മനെയും കൊണ്ട് പോകാം, അല്ല വെറുതെ കൈയും വീശി ആൾക്കാരെ പോലെ കണ്ടുപോകുന്നിട്ട് എന്ത് കാര്യമാണ്. അങ്ങനെ മുട്ടിൻ്റെ വേദനയും കൊച്ചച്ഛൻ്റെ ക്യാൻസറും എല്ലാം കൂടി ആണ് ഇവൾ വന്ന് ഉടമ്പടി വെക്കണത്. ഉടമ്പടി വെച്ചിട്ട് പോയിട്ട്, പക്ഷെ ഉടമ്പടി വെക്കുമ്പോൾ തന്നെയാണല്ലോ ഇവൾക്ക് ഇവളുടെ ലെവൽ അങ്ങോട്ട് മാറും, ഫെയ്ത്ത് ലെവൽ മാറും. ഈ ഉടമ്പടിയുടെ കറസ്പോണ്ടിങ് ഫെയ്ത്ത് ലെവലുണ്ട്. നിങ്ങളിങ്ങനെ വായിട്ട് നോക്കിയൊക്കെ വന്ന് ഉടമ്പടി വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഉടമ്പടിയിലേക്കാണ് വരുന്നത്. ഞാനൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, ആൻഡ് മദർ ഈസ് അവർ ഇറസിസ്റ്റബിൾ ഇൻ്റർസെസർ. അമ്മ ഇവിടെ ആർക്കും പ്രതിരോധിക്കാൻ പറ്റാത്ത മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശോയ്ക്ക് പോലും അമ്മയുടെ മധ്യസ്ഥത്തിൽ അമ്മ പറയണ പോലെ ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? ഇറ്റ്സ് ഹെർ കപ്പാസിറ്റി. അവിടെ കപ്പാസിറ്റിയാണ്. എന്താണ് അവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ആ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ ബന്ധുവാണ്. ഇത്രയും കപ്പാസിറ്റി ഇല്ല. തൃത്വിക ദൈവത്തിന് ഇത്രയും കപ്പാസിറ്റി ഉള്ള ആരുമില്ല. ഷീ അലോൺ. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കപ്പാസിറ്റി അതാണ്. അതുകൊണ്ടാണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന് യേശു പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവല്ലേ. അമ്മയുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംയോജനത്തിലല്ല ദൈവിക രഹസ്യങ്ങൾ പറയണത്. ആ കർത്താവിനോട് സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു. 1 കൊറിന്ത്യൻസ് 6:17 ഏറ്റു പറഞ്ഞ കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് കൂടെ ഏകാത്മാവായി തീരുന്നു. അതാണ് മറിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? 1 കൊറിന്ത്യൻസ് 6:17 എന്താണത്? ഒന്ന് ഏറ്റു പറഞ്ഞ കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോട് കൂടെ ഏകാത്മാവായി തീരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിരന്തരം ജീവിക്കുന്ന കാരണം മറിയത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ഏകാത്മാവായി തീരും. അപ്പോൾ എന്നാ സംഭവിക്കണത്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. 2:16 1 കൊറിന്ത്യൻസ് 2:16 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഒന്ന് കൊറിന്ത്യൻസ് 2:16 ആത്മീയ മനുഷ്യൻ 15 തുടങ്ങുക വചനം. ആത്മീയ മനുഷ്യൻ ഏറ്റു പറഞ്ഞേ, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവന് വിധിക്കുവാൻ ആർക്ക് കഴിയും? അപ്പൊ അമ്മ ആത്മീയ മനുഷ്യനാണ്. കാര്യം എന്താണ്? ഷീസ് ഫുൾ ഓഫ് ഗ്രേസ്. മലാഖ് തന്നെ സല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യന്റെ വിഷയം എന്താണ് ആത്മീയ മനുഷ്യൻ? 1 കൊറിന്ത്യൻസ് 2:16 എന്ന് പറഞ്ഞ ആത്മീയ മനുഷ്യൻ 2:15 കേട്ടോ. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ ഇൻ ദ അനൻസിയേഷൻ. മംഗളവാർത്ത സംഭവിച്ചതും അത് തന്നെയാണ് കാനായിൽ 2:3 സംഭവിച്ചതും. എന്താ കാര്യം? അമ്മ ആത്മാവിനെ വിവേചിച്ചു. ആത്മീയ മനുഷ്യൻ 1 കൊറിന്ത്യൻസ് 2:15 അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിവേചിക്കുന്നു. അമ്മ എന്താ? എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്നല്ലേ അമ്മയോട് പറയണത്. പക്ഷേ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യും? അത് വിവേചിക്കും. സമയമായില്ലെങ്കിൽ ആ സമയത്തെ ആക്കിയെടുക്കാൻ എന്താണ് മാർഗം? അവൻ പറയണത് പോലെ ചെയ്യുക. എന്ന് പറയുന്നത് എന്താണ്? എന്ത് തീർന്നു പോയാലും അതിൻ്റെ പ്രതിവിധി അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഉദ്യോഗം തീർന്നു പോയി, ജോലി പോയി അച്ഛാന്ന് പറയാൻ എൻ്റെ അടുക്ക. ഞാൻ പറയും, നീ അവൻ പറഞ്ഞ പോലെ ചെയ്തോ, ജോലി തിരിച്ച് ഈ കമ്പനിയെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിക്കും. ചില ആൾക്കാർ വന്ന് സങ്കടത്തിൽ പറയും, അച്ഛാ എന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തച്ചാന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. അപ്പോൾ അവൻ്റെ ജീവിതം പോയി, എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി. അപ്പോൾ എനിക്ക് ചിരി വരുമ്പോൾ അച്ഛൻ എന്താ മനുഷ്യനെന്ന് ഓർക്കും. ഞാൻ പറയും, നീ ഒന്നും ചെയ്യേണ്ട, ഈ തീർന്നു പോണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇവിടെ ഇരിക്കണത്. തീർന്നു പോകണമെന്ന് ചോദിച്ചാൽ ജോലി തീർന്നു പോയി എന്ന് പറയത്തില്ലേ? ജോലി തീർന്നു പോയി, അവരുടെ പ്രോജക്റ്റ് തീർന്നെന്ന് പറയത്തില്ലേ? അപ്പോൾ ഇനി പുതിയ പ്രോജക്റ്റ് കമ്പനിക്ക് വന്നില്ലെങ്കിൽ യു ആർ ഔട്ട്.
അതാണ് പറയണത്, തീർന്നു പോണ കാര്യങ്ങൾ. വീഞ്ഞ് ഇപ്പോൾ യോഹന്നാൻ 2:3 വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിയാക്കാൻ അവർക്ക് നിവർത്തിക്കേടായെന്ന അർത്ഥം. എന്തെങ്കിലും തീർന്നു പോയാൽ ബൈബിൾ ചെയ്യണ കാര്യം എന്താ? അവൻ പറഞ്ഞ പോലെ ചെയ്യണം. ഇപ്പോൾ പട്ടിണി വന്നില്ലേ, ക്ഷാമക്കാലം. ഏലിയായുടെ കാലത്ത് സെരേപ്താലെ വിധവയുടെ അടുത്തേക്ക് പോകാനുള്ള കാരണം എന്താ? ഏലിയായുടെ കാലത്ത് 1 രാജാക്കന്മാർ 17:14 എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. അപ്പോൾ മാവ് തീർന്നു പോവുക, വീഞ്ഞ് തീർന്നു പോവുക, അതുപോലെ തന്നെ കടത്തിലെ എണ്ണ തീർന്നു പോവുക, ഇതൊക്കെ സ്വാഭാവികമായ ഒരു കുടുംബത്തെ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ്. ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ പുതിയതല്ല. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞു തീർന്നു പോയതല്ല. പഴയ നിയമത്തിലും സെയിം അതേ അക്കത്തിലേക്ക് 14 വയസ്സ് നോക്കിയാൽ 13 വയസ്സ് എന്നാ പറ്റിയ ഏലിയ അവളോട് പറഞ്ഞു. ആരോട്? സെരപ്താലെ വിധവയോട്. ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് സംഭവം. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന് അവിടെ നാട്ടിൽ പട്ടിണിയാണ്. ഭയങ്കര വരൾച്ച കാലമായത് കാരണം നദി വരെ വറ്റിപ്പോയി. കൊയ്ത്തൊന്നുമില്ല, ഗോതമ്പില്ല, പൊടിയില്ല, അതുകൊണ്ട് ദോശയുമില്ല, ഇഡ്ഡലിയുമില്ല, ഒന്നുമില്ല. പട്ടിണിയാവും, പണ്ടാരപ്പട്ടിണി. അപ്പോൾ ഈ ഏലിയ സെരപ്തായിൽ സിദോനിൽ സംഭവിക്കുന്ന സംഭവമാണ്. സിദോനിലെ സെരപ്തായിലത്തെ വിധവയുടെത്തേക്ക് ദൈവം പറഞ്ഞുവിടും. സെരപ്തായിൽ വിധവയുണ്ട്, ഞാൻ അവളോട് പറഞ്ഞുവിടും നിനക്ക് ഭക്ഷണം തരാൻ, നീ അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ ഈ വിധവയെ കാണും. അവർ ചുള്ളിക്കമ്പ് പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ പറയും എനിക്കിത് വെള്ളം തരാൻ പറയും. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ പറയും ഒരപ്പം കൂടി തന്നേക്കാൻ പറയും. അപ്പോൾ വിധവ പറയും അപ്പോൾ ഇല്ല, ഇത്തിരി പൊടി ഇത്തിരി പൊടിമാവ് കലത്തിൻ്റെ ചുവട്ടിലുണ്ട്, ഇത്തിരി എണ്ണ ഭരണിയിലുമുണ്ട്, ഞാനും മകനും ഉണ്ട്, ഞങ്ങളൊരപ്പം ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് ചാകാൻ പോയി, നാളെ അപ്പം കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പില്ലെന്ന് പറയും. അപ്പോൾ ഏരിയ പറയും ഞാൻ പറയണ പോലെ നീ ചെയ്യും, കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ഇനി കലത്തിലെ മാവ് വറ്റിപ്പോകത്തില്ല, തീർന്നു പോകത്തില്ല, പിന്നെ കുടത്തിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. ഇങ്ങനെ തീർന്നു പോകുമ്പോൾ എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞ പോലെ അവിടെ ഏലിയ അല്ല പറയണത്. ആരാ പറയണത്? ഏലിയായെ പറഞ്ഞയച്ച് ദൈവമാണ് പറയണത്. ഇടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമൻ, ഈശോ നീ വന്നാലുമൻ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? എന്താണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ തീർന്നു പോയാൽ, ജോലി, വീട്, വിവാഹം, പണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സാഹം, നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഫിസിക്കാലിറ്റി മെയിൻ്റനൻസിനുള്ള എല്ലാ സാധനത്തിൻ്റെ കുഴപ്പം ഇത് തീർന്നു പോകുന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പണം ഉണ്ടാകാം, ജോലി ഉണ്ടാകാം, നല്ല കാശ്, പ്രൊമോഷൻ ഉണ്ടാകാം, മക്കളൊക്കെ ഉണ്ടാകാം. പക്ഷേ ചിലതൊക്കെ ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഇഫ് യു ആർ ഡൂയിങ് ആസ് ഇഫ് ഇറ്റ്സ് ദെയർ ഇസ് നത്തിങ്. നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പോലെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാകും ചിലപ്പോൾ. അപ്പോൾ എന്തോ തീർന്നു പോയിട്ടുണ്ട്. എന്താ തീർന്നത്? പരിശുദ്ധാത്മാവാണ് തീർന്നിരിക്കുന്നത്. അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, പ്രൊമോഷനുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. പരിശുദ്ധാത്മാവ് മാത്രമേ ഇല്ല. അപ്പോഴെല്ലാം തീർന്ന പോലെയാവും. കാര്യം എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ല. അനുഗ്രഹമുണ്ട്, പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഈസ് അവർ മെയിൻ സബ്ജക്റ്റ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി നിർബന്ധമായിട്ട് വേണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ 4:13 യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4:13 ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും.
ആരോട് പറഞ്ഞാണ് ഈശോ? പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതാണ് അല്ലേ? എന്താ പറഞ്ഞത്? സമറിയക്കാരോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. പഞ്ചഭർത്താക്കന്മാരൊക്കെ വെച്ച് ജീവിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു ദാഹം ഉള്ളിലുണ്ടാവും. എപ്പോഴും ഒരു ബോറടിക്കും. ദാഹം എന്ന് പറയുമ്പോൾ ദാഹം തന്നെയാണല്ലോ. ഇപ്പം നമുക്ക് ഈ മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. അപ്പോൾ സംതിങ് മിസ്സിങ്. ഇതിൻ്റെയൊക്കെ ഒരു തക്കതായ ഫലം നമുക്ക് കിട്ടണില്ല. ഇതിൽ നിന്നല്ല നമുക്ക് ഇപ്പോൾ നമുക്ക് തെങ്ങ് വെച്ച് അതിന്മേൽ തേങ്ങ ഉണ്ടായി, അത് നമ്മുടെ പെടലിക്ക് വന്ന് വീണാൽ എന്ത് ചെയ്യും? ചത്തുപോകും നമ്മൾ. തെങ്ങുണ്ട്, തേങ്ങ ഉണ്ടോന്നൊരു കാര്യമുണ്ടോ? തലയിൽ വന്ന് വീണാൽ എന്ത് ചെയ്യും? മക്കളുണ്ട്, തേങ്ങ തലയിൽ വീണ പോലെ ഇരുന്നാൽ എന്ത് ചെയ്യും? ചിലവരൊക്കെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടെ. എനിക്ക് ശരിക്കും പറഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, എന്നാലും ഞാൻ ഈ മാതാപിതാക്കന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേർ, അല്ലെങ്കിൽ 20-21, ചിലരുണ്ടല്ലോ, എല്ലാവരും അല്ല, ദൈവം ഞാൻ കണ്ടുപിടിച്ച് നോക്കൊണ്ടിനെ, അതല്ല, ചിലരുമല്ല, ചിറക്ക് പണ്ടാര സ്നേഹമാണ് മാതാപിതാക്കന്മാരോട്. എപ്പോഴും അല്ല, ചില സമയത്ത്. അപ്പോൾ തന്നെ നിങ്ങളോട് ദൈവമേ, ഉടമ്പടി തന്നെ ഫലമായി, അവൾ മോന്തം കയറ്റി നടന്ന് അവൾക്ക് ഇപ്പോൾ ഭയങ്കര സ്നേഹം, പഞ്ചാര സ്നേഹമാണെന്ന്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ. ശരിയാണ്. ആ സ്നേഹം കഴിഞ്ഞ് അപ്പം ഇപ്പോൾ ഡാഡി മമ്മി ഉറങ്ങാൻ നേരത്ത് ഡാഡിക്ക് കിസ് കൊടുക്കണം, അമ്മയ്ക്ക് കിസ് കൊടുക്കണം, ആകെപ്പാട് ഒരു പെരളിയാണ്. ആങ്ങളമാരുടെ എന്തൊരു സ്നേഹം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവരുടെ സ്നേഹത്തിൽ അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകണ കുടുംബം. പക്ഷെ 6 മാസം കഴിയുമ്പോൾ അവളെ കാണാനില്ല. അതല്ലേ പ്രശ്നം. അവളെ കാണാനില്ല. അത് കഴിയുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിലെ പ്രമാണവും കാണാനില്ല. അത് പോയി. അത് സ്വഹ. ഇവൾ ഈ ആരാണ്ടോടെ കമ്പനി വെച്ചിട്ടേ ആ സംഭവത്തിന് ഇവർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ അവൾ തന്ത്രപരമായിട്ട് എൻ്റെ നിൽക്കുകയായിരുന്നു ഇതിൻ്റെ. എന്നിട്ട് ഈ പ്രമാണം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. 3 ഏക്കറിൻ്റെ പ്രമാണം. അവനും അവളായിട്ട് നാട് കിടന്നിരിക്കുകയാണ്. എത്ര കുടുംബം ഉണ്ടെന്നറിയാവാ? ഞാൻ സ്ഥലങ്ങളൊന്നും പറയണില്ല. അപ്പം നമ്മൾക്കിതെല്ലാം സംഭവങ്ങളുണ്ട്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നമുക്കതൊരു ചോദ്യമാണ്, എന്നും ചോദ്യമാണ്. ഞാനതാണ് നോക്കിയത്. ആ വചനം മനസ്സിൽ വന്നപ്പോൾ നോക്കിയതാണ്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന്. ഒരുക്കി വെച്ചത് കൊണ്ട് മാത്രമല്ല, അതൊക്കെ അനുഗ്രഹമാണ്. അനുഭവിക്കാനുള്ള യോഗ്യത കർത്താവിൻ്റെ ചോദ്യമാണ്. നീ ഒരുക്കി വെച്ചിരിക്കണതൊക്കെ ആരുടേതാകും? വല്ല ബംഗാളിയുടേതാകുമെന്നാണ് ചോദിക്കണത്. ഇതാണ് വിഷയം വേണ്ടത്. കാര്യം എന്താ? നീ അങ്ങനത്തെ കൈകാലോട്ട് അടിക്കേണ്ട കാര്യമില്ല. നീ ഇവളെ എൻട്രൻസിന് വിട്ടിട്ട് പിന്നെ അവളോട് വിളിച്ചു ചോദിക്കുന്നു. അമേരിക്ക, കാനഡയിലൊക്കെ എല്ലായിടത്തും വിട്ടിരിക്കുകയല്ലേ ആളാ. വിട്ടിട്ട് നീ വിളിക്കണേ എന്താണ്? വിളിച്ചു ചോദിക്കുമല്ലോ ഉടനെ. ഓരോ മാസം വിളിച്ചു ചോദിക്കും, എന്താ ശമ്പളം, സാലറി ആയ എന്താണ്? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടോ? പിന്നെ നിൻ്റെ എഡ്യൂക്കേഷൻ ലോണുണ്ട്, പിന്നെ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ അവിടെ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ മാസം വിളിക്കുമ്പോൾ ഓരോ വയ്യാവേലി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയും ശമ്പളം കിട്ടിയിട്ടില്ല അമ്മേ, അങ്ങനെയാണ് എന്നൊക്കെ. അല്ലെങ്കിൽ അവൾ പറയും ഞങ്ങൾക്ക് പരീക്ഷയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവൾ പറയും. പക്ഷേ ഒരിക്കലും നീ ഇന്ന് ഞായറാഴ്ചയാണല്ല, നീ ഇന്ന് കുർബാനയ്ക്ക് പോയോ, ഇന്നലെ സന്ധ്യപ്രാർത്ഥന ചൊല്ലിയോ എന്ന് അമ്മ ചോദിക്കത്തില്ല. അവിടെയാണ് പണി കിട്ടുന്നത്. കാര്യം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻട്രൻസിന് വിട്ടപ്പോഴും ഞായറാഴ്ച കുർബാന മുടങ്ങിയല്ല. വീട്ടിൽ മര്യാദയ്ക്ക് കാറ്റീസൊക്കെ നിന്നുകൊണ്ട് പോയിരുന്ന ആളാണ്. എൻട്രൻസിന് ആരും പോകാതെ ഒന്നും ഇരുന്നിട്ടില്ല, പോയിട്ടുണ്ട്. പക്ഷേ മക്കൾ ദൈവത്തിൻ്റെ കൂടെയാണ്. ഈശോ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്താണ്? എന്നോട് കൂടെ ശേഖരിക്കാത്തവരെ ചിതറിച്ച് കളയുന്നു. ശേഖരിക്കണേ കുഴപ്പമില്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം. ശേഖരിക്കണേ കുഴപ്പമില്ല, ലക്ഷങ്ങളോ കോടികളോ നിങ്ങൾ ഉണ്ടാക്കിയോ, പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം. ഒരിക്കൽ ശിവകാശി ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. ഞാനത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ചെന്ന് അവിടെയും കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. കണ്ണൂർ ചെന്ന് അവിടെ ഈ ചിട്ടിക്കമ്പനി തന്നെ. പിന്നെ കേട്ട് പുള്ളി ഡൽഹിയിൽ 14 നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ദൈവത്തെ മറന്ന് നിങ്ങൾ എന്ത് ശേഖരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പോർഷൻ കർത്താവിൻ്റെ ഒരു ഷെയർ അവിടെ ഉണ്ടാകണം. കർത്താവ് ഷെയർ ഉണ്ടായ പോലെ കർത്താവും കൂടി ഉണ്ടാകണം. എന്താ വെച്ചാൽ ധൂർത്തപുത്രന് പറ്റിയ അബദ്ധം അതാണേ. ധൂർത്തപുത്രന് പറ്റില്ലേ? അവൻ ശേഖരിച്ച് അവനെന്താ പറഞ്ഞത്? എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞ് അവൻ ബൈബിള് പിന്നെ കർത്താവാണ് കഥ പറഞ്ഞ കൊണ്ടാണ് അവൻ തന്തൊക്കെ വിളിച്ച് കളയുമോ ചിലപ്പോൾ. ഈ അപ്പനിടയ്ക്ക് ചിലപ്പോൾ തോന്നിവാസം പറഞ്ഞിട്ടായിരിക്കാം, ഭീഷണിപ്പെടുത്തിയായിരിക്കും കാശ് വാങ്ങിച്ചിരിക്കണത് ഓഹരി. അല്ലെങ്കിൽ അപ്പം തന്നെ അർത്ഥം കൊടുത്തു കൊടുക്കേണ്ട കാര്യമാണ്. ഓഹരി ചോദിച്ചു, അപ്പം തന്നെ അപ്പൻ ആ ഓഹരി കൊടുത്തതാണ്. അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ മിക്കവാറും അവൻ
നിക്കറൊക്കെ കാണിച്ച് മുണ്ടൊക്കെ മുടക്കുത്ത് തലയിലൊക്കെ കെട്ടി കത്തി കാണിച്ച് കാണും മിക്കവാറും അവൻ. അല്ലെങ്കിൽ പിന്നെ അപ്പത്തേനെ കൊടുക്കണേ എങ്ങനെയാണ്? അല്ലെങ്കിൽ അപ്പന്മാരെ പിടിച്ച് നിർത്തത്തില്ല, അവിടെ നിൽക്കണമനെ ഇവൻ്റെ മുത്തൻ്റെ കല്യാണം കഴിയട്ടെ, അവനൊന്ന് പറഞ്ഞ് വിടട്ടെ, അത് കഴിയുമ്പോൾ നിനക്ക് തരാമെന്നൊക്കെ അല്ലേ പറയത്തുള്ളൂ. അതിന് സമയം കൊടുത്തില്ല, അപ്പന് സമയം കൊടുത്തില്ല. അത്ര പരിപാടി അവൻ കാണിച്ചിട്ടുണ്ട്. കിട്ടിയ പടെ കിട്ടി അവൻ അതും കൊണ്ട് സ്റ്റാൻഡ് വിട്ട് പോയി. എന്തുകൊണ്ടാണ്? അവനെന്താണ് അതിൻ്റെ അകത്ത് അവൻ്റെ സ്വത്തിൽ കർത്താവ് കക്ഷിയല്ല. അതാണ് ഈശോ പറയണത്. എന്നോട് കൂടെ അല്ല ശേഖരിക്കാത്തവൻ, ആ സ്വത്തിലെ കർത്താവ് കക്ഷിയല്ല. നിൻ്റെ സ്വത്തിലും നിൻ്റെ സൗന്ദര്യത്തിലാണെങ്കിൽ പോലും കർത്താവ് കക്ഷിയാകണം. നിൻ്റെ സൗന്ദര്യത്തിൽ നീ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി 46,000 രൂപയ്ക്ക് മുഖത്തിൽ സംഭവം എഴുതിക്കൊണ്ട് വന്നാലും മുതുകത്ത് മുഴുവൻ ടാറ്റു ഇപ്പോൾ എവിടെയൊക്കെ ആൾക്കാർ കുത്തണം, ഞാൻ ഒന്നും പറയണില്ല. അതിനൊക്കെ 6,000 12,000 രൂപ വയ്ക്കുമ്പോൾ നിൻ്റെ സൗന്ദര്യ വർദ്ധനയ്ക്ക് കർത്താവ് അവിടെ കക്ഷിയല്ല. നിൻ്റെ ടാറ്റു നിൻ്റെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നിടത്ത് എവിടെയാണ് കർത്താവ് കക്ഷി? അത് ആർക്ക് വേണ്ടിയാണ് കുത്തണത്? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സൗന്ദര്യ വർധന വിഷയത്തിൽ പോലും കർത്താവ് കക്ഷിയാകണമെന്നാണ് ബൈബിൾ പറയണത്. സൗന്ദര്യം വേണ്ടെന്നല്ല ഈശോ പറഞ്ഞത്. സൗന്ദര്യം ആവശ്യം തന്നിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും, സൗന്ദര്യ പുരുഷനെ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തത്. എന്താണ്? അവന് തക്ക ആൾ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അർത്ഥം. എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നമുക്കെൻ്റെ കോൺഫിഡൻസ് വേറെ ആരാണ്ടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസ് പോണത്. ദൈവത്തിന് നിങ്ങളെ കണ്ട് കോൺഫിഡൻസ് പോയിട്ടില്ലല്ലോ, പോയിട്ടില്ല. എന്താ കാര്യം? അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരണം. അതിൻ്റെ കാര്യം അതാണ്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന സൗന്ദര്യം ആ പാസ്വേഡുള്ള ആൾ വരും. അതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോംപ്ലക്സ് മറ്റുള്ളവരെ കണ്ടിട്ട് നീ കൊണ്ടുപോയി കർത്താവിനെ എന്നെ കക്ഷി ചേർക്കാത്ത സൗന്ദര്യത്തിൽ പോലും നീ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.